ചേട്ടാ എങ്ങനെ ഒപ്പന മത്സരം കാണാൻ വന്നതാണോ? കലോത്സവങ്ങള് തുടർച്ചയായിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ. അതെ, എല്ലാ കലോത്സവത്തിനും വരും. 1997 ദർബാർ ഹാൾ ഗ്രൗണ്ടിലെ കലോത്സവം മുതല് 2025 വരെ 27 കലോത്സവങ്ങള്. ആ കലോത്സവത്തിൽ മുഴുവൻ കാണാൻ വന്നിട്ടുണ്ട്. 27 കലോത്സവങ്ങൾ, 27 വർഷങ്ങള് ഞാൻ ഈ കലോത്സവത്തിന് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. എനിക്ക് അത്ര ആസ്വദിക്കാൻ അത്ര ഇഷ്ടമാണ്. കലോത്സവത്തെ ഇത്ര അധികം നെഞ്ചിലേറ്റിയ ഒരാൾ ഞാനായിരിക്കണം കേരളത്തിൽ. കാരണം ഈ കലോത്സവത്തിൽ വന്നിട്ടുള്ള കുട്ടികൾ ഇപ്പോൾ 97 മുതൽ ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടിയൊക്കെ ആരാണ് മത്സരിച്ചിരിക്കുന്നത്, അവരുടെ ഫസ്റ്റ് കിട്ടിയത് ആരാണ്, അവരുടെ ഐറ്റങ്ങൾ ഏതാണ്, ആരാണ് കലാതിലകമായത്, ഇതൊക്കെ കാണാതെ എനിക്കറിയാം. സത്യമായിട്ടും 2001 തൊടുപുഴയിൽ വെച്ചായിരുന്നു കലോത്സവം. അന്ന് അമ്പിളി ദേവി, നവ്യ നായരും മത്സരിച്ച കലോത്സവമാണ്. അമ്പിളി ദേവി ആയിരുന്നു കലാതിലകമായത്. നവ്യ നായർ പൊട്ടിക്കറിഞ്ഞ ഒരു കലോത്സവം. അമ്പിളി ദേവി ഭരതനാട്യത്തിലെ സദാശിവ ശങ്കര എന്ന് പറഞ്ഞ ശിവന്റെ ഒരു ഐറ്റമാണ് ചെയ്തത്. അതിന്നും എൻ്റെ മനസ്സിലുണ്ട്. 2007 കണ്ണൂരായിരുന്നു കലോത്സവം. 2007 ജാനറ്റ് ജെയിംസ് ആണ് ഭരതനാട്യത്തിൽ വന്ന സ്ഥലം. 2011 ഞങ്ങളുടെ ജില്ല കോട്ടയത്തായിരുന്നു. 2011 ഹൈസ്കൂൾ ഭരതനാട്യം ഐശ്വര്യ രാജ വെള്ളത്താമര. 98 തിരുവനന്തപുരത്തായിരുന്നു. MN പത്മിനിയായിരുന്നു കലാതിലകം. 2010 കോഴിക്കോടായിരുന്നു. 2010 കോഴിക്കോട് മോഹിനിയാട്ടം ചെയ്തത് അർച്ചിത അനീഷ്. മോഹിനിയാട്ടം ഭരതനാട്യത്തിൽ വന്നിരിക്കുന്നത് ഐശ്വര്യ രാജ, ഓം എന്ന പ്രണവം ചെയ്ത കുട്ടി. ഒരു കലോത്സവ എൻസൈക്ലോപീഡിയ ആണ് നമ്മുടെ മുമ്പിൽ. ചേട്ടാ പേര് പറഞ്ഞില്ല. അനന്ത് സുധീഷ്, കോട്ടയത്ത് വൈക്കത്താണ്. അതായത് കലോത്സവത്തെ ഇത്രയധികം നെഞ്ചിലേറ്റ്. ഞാൻ പറഞ്ഞില്ലേ, 27 വർഷം കലോത്സവം കണ്ടുപോകുക എന്നുള്ളതല്ല, ഈ കളിച്ച കുട്ടികൾ ആരൊക്കെയാണ്, ആ കുട്ടികളെ പഠിപ്പിച്ച ഐറ്റം ഏതാണ്, അവരുടെ ഡ്രസ്സ് ഏതാണ്, അവരുടെ കോഡ് നമ്പർ എത്രയാണ്, ഇതെല്ലാം കാണാതെ കലാതിലകങ്ങൾ 2005 വരെയുള്ള കലാതിലകങ്ങൾ ആരൊക്കെയായിരുന്നു, അതുവരെ മത്സരിച്ച ഐറ്റങ്ങൾ, പുതിയ ഐറ്റങ്ങൾ വന്നിരിക്കുന്നത്. നവ്യ നായർ 2001 11 മോഹിനിയാട്ടത്തില്. അറിയില്ല, സന്തോഷം കേട്ടോ. തേരാപ്പാര നടക്കും. പേരൊന്നും നവ്യ എന്നല്ല കേട്ടോ, വി ധന്യ എന്നായിരുന്നു. അപ്പൊ പിന്നെ തീർച്ചയായിട്ടും കേട്ടോ, ഇങ്ങനെയും കലോത്സവത്തെ നെഞ്ചിലേറ്റിയ ആളുകൾ കുറവായിരിക്കും.